ഗതാഗതക്കുരുക്കിൽ പൊറുതിമുട്ടി ചെറുകുന്ന് പട്ടണം. ചെറുകുന്നിൽ ഉത്സവം നടക്കുമ്പോൾ ചരക്ക് ലോറികൾ വഴിതിരിച്ചു വിടാത്തതാണ് ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണം. പോലീസ് ഇടപെടൽ കാര്യക്ഷമം അല്ലെന്നും ആക്ഷേപം. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലൂടെ നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. ചെറുകുന്നിലെ പ്രധാന ക്ഷേത്രമായ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം ഉത്സവം നടക്കുന്നതിനാൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മുൻവർഷങ്ങളിൽ ഉത്സവ സമയങ്ങളിൽ ദീർഘദൂരം പോകേണ്ട വാഹനങ്ങളും ചരക്ക് ലോറികളും വളപട്ടണം പാപ്പിനിശ്ശേരി ഭാഗത്തുനിന്ന് ദേശീയപാത വഴിയാണ് കടത്തിവിടാറ്. എന്നാൽ ഇത്തവണ കണ്ടെയ്നർ ലോറികൾ ഉൾപ്പെടെ ചെറുകുന്ന് പഴയങ്ങാടി വഴി തന്നെ കടന്നുപോവുകയാണ്. ഇത് ഏറെ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നു. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി കാഴ്ചയും മറ്റും റോഡിലൂടെ കടന്നുപോകുമ്പോൾ ഗതാഗതം നിയന്ത്രിക്കാൻ ആവശ്യമായ ട്രാഫിക് പോലീസ് സംവിധാനമില്ലെന്നും ആക്ഷേപമുണ്ട്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഏറെ നേരം ഗതാഗതക്കുരുക്കിൽപ്പെടുകയാണ്. ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. നിലവിൽ വളപട്ടണം, കണ്ണപുരം, പരിയാരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡ്. ചെറുകുന്ന് ഭാഗത്തേക്ക് റോഡ് ആരംഭിക്കുന്നത് പാപ്പിനിശ്ശേരി വെച്ചാണ്. ഇത് വളപട്ടണ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പെടുന്നത്. പിലാത്തറ ഭാഗം പരിയാരം പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഉത്സവാഘോഷം നടക്കുന്ന ചെറുകുന്ന് പ്രദേശം കണ്ണപുരം പോലീസിന്റെ പരിധിയിലുമാണ് ഉൾപ്പെടുന്നത്. പോലീസിന്റെ നേതൃത്വത്തിൽ കാര്യമായ ഇടപെടലുണ്ടായാൽ ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമുണ്ടാക്കാമെന്ന് നാട്ടുകാർ പറയുന്നു. വാഹനങ്ങൾക്ക് സുഗമമായി കടന്നുപോകാൻ ആവശ്യമായ നടപടിയൊരുക്കണമെന്നും ആവശ്യത്തിന് ട്രാഫിക് പോലീസ് സംവിധാനം ചെറുകുന്നിൽ ഏർപ്പെടുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.